നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് റായ്പൂരിൽ നിന്ന് മാറി കാടും അതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം റായ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 200-250 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമർകാണ്ടക് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനാണ്. അപ്പം നമ്മുടെ കൂടെ ഇപ്പം ഞാനുണ്ട്, പിന്നെ പ്രയാഗും ഭാഗ്യമുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ എക്കാലത്തെയും നമ്മുടെ കൂടെ എന്നും വ്ളോഗ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന നമ്മുടെ അഭിലാഷ് മച്ചാനുണ്ട്, അതുപോലെ അനിലയുണ്ട്. ഹായ് ഹായ് ഉണ്ട്. പ്രയാഗ ഹായ്. പ്രയാഗ എവിടെ പോവാ? എവിടെ പോവാ? ആ പറ, എവിടെ പോവാ? ഇത് നോക്കി ഉണ്ട്. ഹായ് പാര. ഹായ്. എവിടെ പോന്നേ? അപ്പൊ ഇതിനു മുമ്പ് അമർകണ്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ നർമ്മദ നദിയുടെ അവിടെ നിന്നാണ് ഉത്ഭവ സ്ഥാനമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് അത്രേ എനിക്കും അറിയാവൂ. ഇത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അലിപ്പൂർ ജില്ലയിൽ, മധ്യപ്രദേശ് അലിപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ മെയിനായിട്ട് ഒരു ഹിന്ദു പിൽഗ്രിമേജ് സ്ഥലമാണ്, ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. ഒത്തിരി അമ്പലങ്ങൾ ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു ഹിൽ സ്റ്റേഷനും കൂടെ. അതെ, 1-2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ, ദൂത് ധാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. പക്ഷേ ഇപ്പം സാധാരണ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജനുവരിയാണ് അവിടുത്തെ ടൂറിസ്റ്റിൻ്റെ ഒരു സമയം. പിന്നെ അതുപോലെ പറഞ്ഞു, ഇപ്പോൾ അഭിലാഷ് മച്ചൻ പറഞ്ഞ കണക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മധ്യപ്രദേശിലാണെങ്കിൽ പോലും ശരിക്കും ഇത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ബോർഡർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ബോർഡറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നാണ് വരുന്നത്. ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഈ വിന്ധ്യ സത്പുര 2 പർവ്വതനിരകളോട് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. ജോഗ്രഫിയിലൊക്കെ വിന്ധ്യ സത്പുര പർവ്വതനിരകളെന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അത് രണ്ടോട് വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതുപോലെ ഈ നർമ്മദ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ നർമ്മദയുടെ തന്നെ ഒരു ത്രിവേണി സംഗമമുണ്ട് അവിടെ. അത് 3 നദികൾ, നർമ്മദ, പിന്നെ ചൽവ, പിന്നെ സൺ റിവർ, ഇങ്ങനെ 3 റിവറുകൾ ചേരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പിന്നെ നമ്മളിപ്പോൾ പോകാൻ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതൊരു ജെയിൻ മന്ദിരത്തിന്റെ ബാഗ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജെയിൻ മന്ദിരമുണ്ട് ഇവിടെ. ശരിക്കും പിന്നെ വേറൊരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കബീർ ചപുർത്ത എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് പിന്നെ പഴയ കവി കബീർദാസ് ഇല്ലേ, കബീർദാസ് തുളസിദാസിലെ വീട് കബീർദാസ് അവിടെ ഇരുന്ന് പിന്നെ ആണ് മെഡിറ്റേറ്റ് ചെയ്തത്, ധ്യാനം ചെയ്തെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ. കബീർ ചതുർക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ മൊത്തം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിർത്തിയ സ്ഥലം തന്നെയല്ലേ ഫുള്ള് ചെളിയും ഇതൊക്കെ. കാരണം ഈ റോഡിൻ്റെ പണി നടക്കുകയായതുകൊണ്ട് ഒരു സൈഡിൽ കൂടെയാണ് വണ്ടി തിരിച്ചു വിടുന്നത്. അതിനിടയ്ക്ക് പ്രയാഗ് ഇവിടെ കിടന്ന് ചാടി കണ്ടില്ലേ, ഈ ചെളി മൊത്തം കാലി പറ്റിച്ച് ആ പാട് അലങ്കോലമാക്കി. അങ്ങനെ അവർ ഭാഗ്യം അനിലേയും കൂടെ പ്രയാഗിൻ്റെ ചെരുപ്പൊക്കെ കഴുകി തിരിച്ചു കൊണ്ടുവരാൻ പോയേക്കുക. അതിനിടയ്ക്ക് ഞങ്ങളിവിടെ നിന്ന് ഇൻട്രോ ഒക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് ഇതാ കണ്ടില്ലേ, ഇതുപോലുള്ള ചെറിയ തടാകങ്ങൾ, ചെറിയ കുഞ്ഞു കുളങ്ങൾ, തടാകങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ളതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ സമയം നല്ല ടൈം ആവുന്നു അല്ലേ, മൊത്തം ഗ്രീനറി ഒക്കെ കാണാം അല്ലേ. റായ്പൂർ, ഈ ഛത്തീസ്ഗഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സമയം. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മളിനി അങ്ങോട്ട് പോയിട്ട് ഇതുപോലെ പോകുന്ന വഴിക്കായാലും എന്തെങ്കിലും അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അടിപൊളി കാഴ്ചകളുണ്ടെങ്കിൽ നിർത്തിയിട്ട് കാണാം. ഓക്കെ. ട്രിപ്പ് പോയാലും ഇതുപോലൊരു കാലിക്കൂട്ടത്തെ കാണും. ഇതുണ്ടോ, എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലേ. വലിയ അമ്മമ്മ തൊട്ട് കുഞ്ഞു കുട്ടികാരുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലുണ്ടോ, എനിക്ക് വന്ന ഈ കൃഷികളൊക്കെ ഇറക്കി നല്ല പച്ചപ്പി കിടക്കുക. എത്രയോ എന്ത് ഡിസ്റ്റൻസിൽ കിടക്കുന്ന നോക്ക്. നിൽക്കണ്. അതുപോലെ വണ്ടി വരുന്നു, ലോറി വരുന്നു. റോഡ് ഭയങ്കര മോശമാണ്. ഇതാരാ അഭിലാഷ വണ്ടി ഓടിക്കുന്നത്. വാവ അച്ഛ ഇവിടെ ഇരിക്കുന്നത്. ഹായ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നേരം വന്ന ഒരു 100 കിലോമീറ്ററോളം നല്ല അടിപൊളി റോഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നിർത്തി. ഞാൻ എന്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വണ്ടി ഓടിച്ചപ്പോഴേ അവിടുന്ന് വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴേ അഭിലാഷ് പറഞ്ഞായിരുന്നു ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് എപ്പം അഭിലാഷ് വണ്ടി ഓടിച്ചു തുടങ്ങുന്നോ അന്നേരം തൊട്ട് മോശമായിരിക്കും. ശരിക്കും ഇവിടെ ഒരു രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ 60 സ്പീഡും ഉണ്ട്, താഴെ റോഡ് പണിയുടെ ചിഹ്നവും വെച്ചിട്ടുണ്ട് അല്ലേ.
അപ്പൊ മൊത്തം ഏകദേശം 220 കിലോമീറ്റർ ഉണ്ട് അല്ലേ? റായ്പൂർ 230 കിലോമീറ്റർ ഉണ്ട് റായ്പൂരിൽ നിന്ന്. അതിലൊരു 150 കിലോമീറ്ററോളം നമ്മുടെ മെയിൻ ഇതാണ്. ഇതെന്തിനാ കാണിച്ചേക്കുന്നത്? കരടിയാണോ? ഇത് കുറുന്നിരി അതെ കരടി. ഇത് മറ്റേ കുറുക്കൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഏകദേശം ഒരു 80 കിലോമീറ്റർ ഉണ്ട് അമർകാണ്ടക്ക് എത്താൻ. അപ്പൊ എനിക്കൊന്ന് ബോർഡർ ഒന്ന് അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും മെയിൻ NH റോഡ് തന്നെയാണ്. പക്ഷെ കുറെ സ്ഥലങ്ങളിൽ പണി നടക്കുക. അത് കഴിഞ്ഞ് ഇനി ഒരു 80 കിലോമീറ്റർ 150 കിലോമീറ്റർ ഇനി ഒരു 80 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ റോഡാണ്. പക്ഷെ NH45 എന്നാണ് കാണിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അചാനക് മാർഗ് ഫോറസ്റ്റ് ഏരിയ അല്ലേ? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് നമ്മുടെ തേക്കും കാടാ ശരിക്കും പറഞ്ഞ. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വീടൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ സമയമുള്ള ഈ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പി കിടക്കും അല്ലേ? ഒരാൾ ഇവിടെ തകർത്ത് വിട്ടോണ്ടിരിക്കുക റോഡിൽ കൂടെ. ഇപ്പോഴാണോ ഒന്ന് ഒരു 20-ന് മുകളിൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റിയതിന്റെ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി ഓടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ എപ്പോൾ വണ്ടി നിർത്തിയിട്ട് അഭിലാഷിന് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നു അപ്പം വണ്ടി ഒരു പണി കിട്ടും, ട്രാഫിക് ആവുമെന്നൊക്കെ. പക്ഷെ സൂക്ഷം അതുപോലെ സംഭവിച്ചു. ട്രാഫിക് അല്ല വന്നത്, മൊത്തം കുണ്ടും കുഴിയായിരുന്നു. വണ്ടി പണി കിടക്കുമായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു റോഡ്? റായ്പൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് റോഡ് എങ്ങനെയുണ്ട്? സെക്കൻഡ് ഗിയർ തരാൻ വേണ്ടി ഞാൻ കൊതിക്കുമായിരുന്നു കുറച്ച്. അല്ല റോഡ് കുഴപ്പമില്ല, ആ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. പക്ഷെ എനിക്ക് വന്ന ഒരു കുറച്ച് നാളത്തിനുള്ളിൽ എനിക്ക് ഒരു 4-5 മാസത്തിനുള്ളിൽ എനിക്ക് ആ പണിയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റോഡാവും അല്ലേ? കണ്ടില്ലേ ഇവിടത്തേക്ക് റോഡ് കൊള്ളാം, നല്ല റോഡാണ്. ചെറിയ റോഡാണ്. അതെ, ചെറിയ കാടിനകത്തുള്ള ചെറിയ റോഡാണെന്നേ ഉള്ളൂ. അചാനക് മാർഗ് 18 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇവിടുന്ന്. ശാസ്ത്രയ്ക്ക് വെച്ചത് ഗവൺമെന്റ് UP സ്കൂളാണ്, മാധ്യമിക് വിദ്യാലയം. ഉച്ച മാധ്യമികല്ലേ, അപ്പർ പ്രൈമറി സ്കൂൾ. പിള്ളേർ അമ്പ ചെയ്യുന്നുണ്ടോ? അപ്പോ സൈക്കിള് കണ്ടോ അവിടെ ഇരിക്കുന്നേ? അതുകൊണ്ടോ അവിടെ മൊത്തം സൈക്കിൾ അടിക്കി വെച്ചേക്കോ. ഓക്കെ, എല്ലാരും സൈക്കിളിലാ വരുന്നത്. ഇതാണ് ശരിക്കും അചാനക് മാർഗ് ടൈഗർ റിസർവ്. ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് അടവാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി നവംബറിലും കണ്ടേ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. കാര്യം ഇപ്പം ട്രക്കിങ്ങോ ഇതൊന്നുമില്ല, നവംബറിൽ ഓപ്പൺ ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇവിടെ വെച്ച് റോഡ് അടവാണ് കേട്ടോ. നമ്മൾ വന്ന വഴിക്കാണ്ടല്ലേ ഇത് അചാനക് മാർഗ് ടൈഗർ റിസർവ്. ഇവിടെ വെച്ച് കണ്ടോ റോഡ് ക്ലോസ് ആണ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് മുമ്പോട്ട് വേണം പോയി അമർകാണ്ടക്ക്. അപ്പോൾ ഇവിടെ നിന്ന് പാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ട് നമ്മൾ ഇതുവഴി മുമ്പോട്ട് പോകും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെച്ച് ഇവിടെ ടൈഗർ റിസർവിൽ എന്താ കാണണം പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് റിസോർട്ടിൽ വല്ല സ്റ്റേ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നാണ് പാസ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് പാസ് എടുത്ത് നമുക്ക് अमरकांटक പോകാം. तो ये इधर से अमरकांटक में कुछ देखने के लिए क्या? कितने दूर है अमरकांटक इधर से? 75। इधर से पास है, पैसा है क्या? पैसा नहीं, मतलब एंट्री करना है? हमारी टाइगर रिजर्व से गुजरते हैं। हाँ, तो उनका इधर के देखने के लिए कुछ मिलेगा क्या? पूरा जंगल है। सेफ है क्या? सेफ है? हाँ, जंगल सेफ है। कुछ गाय कुछ मिले, मतलब उसको जानवर दिख सकता है? क्या क्या दिखता है? देखिए, दिखने के लिए हिरन दिख जाएगा। ओके, हिरन। हाँ, कोई जानवर बड़ी टाइगर छोड़ के बाकी तो सब
चुटपुट दिख ही जाएगा। टाइगर नहीं दिखते? टाइगर बहुत संवेदनशील है ना। आते हाँ, बीच बीच में आते? हाँ, आता है बीच बीच में। ഓക്കെ मतलब गाड़ी को कुछ नहीं करते है ना? नहीं नहीं ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ പർച്ചി എടുത്തു കൊണ്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു പർച്ചി. അപ്പോൾ ഈ പർച്ചി പറയുന്നത് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എൻട്രി ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളിനി ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ 55 കിലോമീറ്റർ നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ പാസ് ചെയ്യണം. കാരണം ഇവിടുന്ന് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ അവർ ട്രാവൽ അലോ ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് വയനാട് നിന്ന് വരുന്ന ബന്ദിപ്പൂർ ഏരിയയിലൊക്കെ ഇതുപോലെയാണ്, നൈറ്റ് ഡ്രൈവ് അലൗഡ് അല്ല. അതുപോലെയാണ് ഇവിടെ അലൗഡ് അല്ല. ഇപ്പം നമ്മളിവിടെ അധികം സമയം കളയുന്നില്ല. ഇവിടെ പോയി അവിടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാമെന്നാണ് പറഞ്ഞത് അചാനക് മാർഗിൽ. കണ്ടോ ഇവിടെ സഫാരിക്ക് വന്ന വണ്ടികളെല്ലാം ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇവർ പറയുന്നത് ഇത് ബഫർ സോണാണ്, ടൈഗർ ബഫർ സോൺ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പിന്നെ കോർ സോണാണ്. അതായത് ശരിക്കും കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ബോർഡിൽ കണ്ടുണ്ട് കടുവയുടെ പടമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോർ സോണാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഓരോ ജാൻവർ അതായത് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മുടെ എന്താ കാണുന്നത്, ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണുന്നത് മാനിനൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇതുപോലെ ഇരിക്കും നമുക്ക് കടുവയൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ ഭയ്യ, താങ്ക് യു. അച്ഛാ കണ്ടല്ലേ ഇവിടെ അടിപൊളിയായിട്ട് കണ്ടേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. പ്രയാഗ് പാപ്പ കഴിച്ച് പ്രയാഗ് ഭയങ്കര ബഹളമാണ് ഇവിടെ. പിന്നെ ഇത് ബഫർ സോണാ കടുവയുടെ. ഇവിടെ അങ്ങനെ വരത്തില്ല. ഇത് കഴിഞ്ഞൊരു ഇത് കഴിഞ്ഞൊരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കോർ സോണാ. ഇവിടുന്ന് രാവിലെ 8 തൊട്ട് വൈകിട്ട് 6 വരെ ട്രാവലേ ഉള്ളൂ. നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ 55 കിലോമീറ്റർ കവർ ചെയ്ത് അപ്പുറത്ത് പോകണം. മനസ്സിലായോ? ആ ശരി. പിന്നെ കടുവയൊക്കെ കാണാം അതിനിടയ്ക്ക്. എന്തായാലും വാ പ്രയാഗ് പുലിയെ കാണാത് ഇറങ്ങുന്ന എനിക്കറിയാൻ വയ്യ. ഇത് നോക്കി ഇതാണ് പരിപാടി പ്രയാഗിന്റെ. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ, ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതുകൊണ്ട് മരമൊക്കെ ചാഞ്ഞിരിക്കും നോക്കി എന്നെ കുറുകെ നോക്കി. അയ്യോ അല്ലേ, എനിക്കൊന്ന് മഴയൊക്കെ ഉള്ളപ്പോൾ പോകുന്ന ഡേഞ്ചർ ആട്ടോ ഈ വഴി. പുലിയൊന്നും കാണുന്നില്ലെങ്കിലും അങ്ങും ഇങ്ങുമൊക്കെ പുലിയുടെ പടം വെച്ചിട്ടുണ്ട്. ഇവിടെയും വെച്ചിട്ടുണ്ട് പുലി. അത് കണ്ടെങ്കിൽ കൊക്ക അങ്ങോട്ടൊക്കെ അടിപൊളി കൊക്കയാട്ടോ. നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ശരി ശരി വെള്ളം ചീറ്റിയിട്ട് ഒന്ന് വൈപ്പറൊക്കെ അടിച്ചോ. വെള്ളം ചീറ്റി ശരി നല്ല അടിക്കട്ടെ. ആ ഓക്കെ മതി. ആദ്യമായിട്ട് നമ്മൾ കയറിയിട്ട് ആദ്യമായിട്ട് കാണുന്ന വണ്ടിയാണ് കണ്ടല്ലേ. നമ്മൾ പറഞ്ഞ അടുത്ത ചെക്ക് പോസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഇനി അവന് ഇവിടെ എന്തോ അവർക്ക് എൻട്രി ചെയ്യണം. ഇവിടെ എൻട്രി ചെയ്തിട്ടാണ് നമ്മൾ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇത് എൻട്രി ചെയ്യണം. ഇവിടെ എൻട്രി ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ये कोर एरिया मतलब यही है क्या? इसके अंदर है क्या? इसके अंदर है। जानवर कुछ दिखते हैं क्या? हाँ। क्या क्या दिखता है? मोर, चीतल, गौर। ओके दोनों साइड में ऐसे क्या? हाँ सुअर। ऐसे कोई व्यू पॉइंट ऐसे कुछ है क्या जाने वाला रास्ता में? हाँ अंदर है, अंदर रास्ता है, बाहर से नहीं दिखते। ओके ओके मेन रोड से अंदर जाना पड़ेगा क्या? अंदर जाना पड़ता है उसके लिए। मतलब हमको घूम के देखने के लिए कुछ फोटो अलाउ नहीं है अंदर जाना। ओके मतलब ये अचानक मार्ग टाइगर रिजर्व में अलाउड नहीं है? अभी नहीं है, नवंबर से शुरू होगा ना, वो बताया था उधर से भैया ने बताया था। पूरा ये फॉरेस्ट ही है ना ऐसे? ओके वो बॉर्डर तक यही है क्या, ऐसे है क्या? ये पड़ेगा आपको 50 किलोमीटर तक। ഓക്കെ ഓക്കെ ठीक അപ്പോൾ നമ്മളുണ്ട് ഇവിടെ എൻട്രി ചെയ്തിട്ട് ശരിക്കും ഇവിടെ നിന്ന് ഇവരിത് മാറ്റി തന്നിട്ട് ഇത് ഇവിടെ നിന്ന് പോകും. നമ്മൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവർ ഇവിടെ കിടക്കുക. ഇവിടെ നിന്ന് കിടന്നിട്ട് ശരിക്കും അവർ പറഞ്ഞാൽ നമുക്ക് മയിൽ അതുപോലെ മാൻ ഇതിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഉച്ച സമയം അത്രയും വെയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് ഇറങ്ങി വരുമെന്ന്. എനിക്ക് നേർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അകത്തോട്ട് പോകുന്നിടത്താണ് അചാനക് മാർഗ് ടൈഗർ റിസർവ്. അപ്പം അത് ഓപ്പൺ ആണെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഓപ്പൺ ആണെങ്കിൽ നമുക്കത് കണ്ടിട്ട് നമുക്കൊരു 4 മണിയോടുകൂടി നമുക്ക് അമർകണ്ടക്ക് എത്തിയാലും മതി. പക്ഷെ നമ്മൾ അതും കൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. നാട്ടിലെ ഇവിടെ കണ്ട ശരിക്കും പറഞ്ഞാൽ അടിപൊളി മരങ്ങളിങ്ങനെ നീങ്ങി ഇറങ്ങിയാൽ വലിയ വടുവൃക്ഷങ്ങളല്ലേ, അടിപൊളിയല്ലേ കാണാൻ? ആണ് അടിപൊളിയാ കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോലോ. ആ
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അചാനക് മാർഗിൽ ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പോൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. നവംബർ മാസത്തെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ശരിക്കും ഇതുപോലെ ഒരു കാട്ടിലൂടെ നല്ലൊരു ഡ്രൈവ് എൻജോയ് ചെയ്യാം. അതുപോലെ അമർകാണ്ടൊക്കെ പോയിട്ട് അമർകാണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അമർകാണ്ടൊക്കെ ഓപ്പൺ ആണ്, എല്ലാം ഉണ്ട്, എല്ലാം ഫങ്ഷണൽ ആണെന്നാണ് പറഞ്ഞത്. അതുപോലെ ബോർഡറിൽ ഇനിയിപ്പം കോവിഡ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമ്മളൊക്കെ വാക്സിനേറ്റഡ് ആണ്, പക്ഷേ നമ്മൾ ആരുടെയും കയ്യിൽ RT-PCR സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ ഇനി ഏകദേശം ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് അമർകാണ്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു 60 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറോളം എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ലൈസൻസ് നമ്പർ, അത് വണ്ടിയുടെ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും, എത്ര പേരുണ്ട്, എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഏതെങ്കിലും ID പ്രൂഫ് കൈ കരുതണം. അപ്പം ഏകദേശം വണ്ടിയിൽ കാറിൽ വരുന്നവരാണല്ലോ കൂടുതലും, കാറിലാണല്ലോ വരുന്നത്. വരുമ്പോൾ എന്തായാലും വരുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ആയാലും മതി, അത് കൊടുത്താലും മതി. ആണോ ഈ സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഇതാണ്. ഫോട്ടോസൊക്കെ എടുക്കാനും അതുപോലെ വീഡിയോ ഒക്കെ എടുക്കാനും നിർത്തി ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് വലിയ പ്രോബ്ലം ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് കാഴ്ചയിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നമ്മൾ ആനിമൽ പ്ലാനറ്റിൽ ഒക്കെ മൃഗങ്ങളിലൊക്കെ കാണുമ്പോഴേ കണ്ടിട്ടുണ്ടോ, ഓപ്പൺ സ്പേസിലാണ് കടുവയും പുലിയൊക്കെ വന്ന് കിടക്കുന്നത് അല്ലേ? അവർ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, സേഫ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അവരുടെ ചോദിച്ചായിരുന്നു ഇതുപോലെ വെറുതെ കാട്ടുപോത്തെന്ന് പറയാം. കാട്ടുപോത്തും പുല്ല് തന്നെയല്ലോ. അതുകൊണ്ട് ഇത് കാട്ടിനകത്തൂടെ വണ്ടി പോകുന്ന സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ നമുക്കറിയാതെ നമ്മൾ പോയാൽ പെട്ടുപോകും. അതെ, എന്തായാലും മുമ്പോട്ട് പോട്ടെ, ഇവിടെ പോയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ നമ്മളിപ്പോൾ അചാനക് മാർ മാത്രമോ വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളിലോട്ട് കയറി പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടോ നോക്കായിരുന്നു. പോയിട്ട് വണ്ടിയൊക്കെ പോയി വണ്ടി തിരിക്കാനൊന്നും പറ്റാതെ നമ്മൾ പെട്ടുപോകും. ഗ്ലാസ് എല്ലാരും ഇട്ടോ. ഇതൊക്കെ ഫുള്ള് കുരങ്ങന്മാരാണ്. ഓ അടിപൊളി. ഹായ്. വണ്ടിയുടെ മുകളിൽ കൈ വെച്ചാലേ കയ്യെ പിടിക്കും. കൈ വെക്കടിയല്ലേ, കൈ വെച്ച് കഴിഞ്ഞാൽ കയ്യെ പിടിക്കും. കൈ വെച്ച് ഗ്ലാസ് വെക്കല്ലേ, കൈ വെച്ചാൽ കയ്യെ പിടിക്കും കേട്ടോ. എന്തായാലും തിന്നായിട്ട് കൊടുക്കാണല്ലേ. താക്കല്ലേ ഇച്ചിരി അങ്ങോട്ട് പോയിട്ടോ. വണ്ടിയാണോ അതിനെ ഫോൺ അടിച്ചെടുക്കണേ? അതല്ല വൈബ്. വണ്ടിക്ക് ചാടിക്കറും. ഞങ്ങളാണ് ശരിക്കും കുരങ്ങനെ കണ്ടോണ്ടിരിക്കുക. ആരുടെയൊക്കെ പ്രയാണ ഗ്ലാസ് ഒക്കെ താത്തു കേട്ടോ. തുറക്കാൻ സൂക്ഷിച്ചു കേട്ടോ, അള്ളി പറിക്കും. കൈ വെക്കുമ്പോ കണ്ടോ, കൈ വെക്കുമ്പോ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഇച്ചാണ്ട് കൈ വെക്കുന്നു കേട്ടോ. ഇവിടെ കൈ വെക്കുമ്പോഴേ കൈ വെച്ചപ്പോഴേ ഇവിടെ ഫുള്ളുണ്ട് കേട്ടോ. അടിപൊളി. കണ്ടില്ല, നമ്മള് കൈ വെച്ചാലേ, നമ്മള് ശരിക്കും കൈ വെച്ചപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ അത് ഇങ്ങനെ തൊടുന്നു. പോട്ടെ, ബൈ, ടാറ്റാ. ഇവിടെ കണ്ടോ, അചാനക് മാർക്ക് എന്തോ എഴുതിക്കുന്നത്, അചാനക് മാർക്ക് ടൈഗർ റിസർവ് ജംഗിൾ സഫാരി ബുക്കിംഗ് കൗണ്ടർ. അപ്പൊ ശരിക്കും കേട്ടോ, ഇതൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. കുറെ നാളായിട്ട് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നവംബർ തൊട്ട് ഓപ്പൺ ആവാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഇനി അമർകാണ്ടക്കിലേക്ക് പോവുകയാണ്. അമർകാണ്ടക്ക് ഇനി പോകുന്ന വഴിക്ക് ഇപ്പൊ നമ്മൾ വഴി വെച്ച് വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു പുള്ളിയുടെ ചോദിച്ചായിരുന്നു വല്ല ജാൻവറിനെയൊക്കെ വല്ല മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ടോന്ന്. അപ്പൊ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരുപാട് വെയിലായി പോയില്ലേ. നമ്മൾ ആ വണ്ടി നിർത്തി ആ പുള്ളിയുടെ ചോദിച്ചപ്പോഴേ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊക്കെ കുറച്ച് മോശമാണ്.
പിന്നെ ഈ സമയത്തായതുകൊണ്ട്, ഈ വെയിൽ വന്ന സമയത്തായതുകൊണ്ട് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ദാഹം കാണും വന്ന് വല്ല വെള്ളം കുടിക്കാൻ വന്നാൽ കണ്ടാലായി. ഞാൻ ചോദിച്ചു വ്യൂ പോയിന്റ് ഒക്കെ നമ്മൾ മാപ്പിൽ നോക്കാൻ വേണ്ടി കുറെ വ്യൂ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വ്യൂ പോയിന്റ് വല്ലതും ഉണ്ട്. അപ്പൊ വ്യൂ പോയിന്റ് കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മൾ ഈ പോകുന്ന മെയിൻ റോഡ്. ഒരു മെയിൻ റോഡ് ഉദ്ദേശിക്കുന്ന ഇതാണ്. അപ്പൊ മോശമാണല്ലേ റോഡ്? എന്തായാലും അങ്ങോട്ട് പോകാം. നല്ല അടിപൊളി ഒരു ഡ്രൈവ്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണ് ടൈഗർ റിസർവ്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം വേലി കെട്ടി നിർത്തിയേക്കുക. എന്താ കാര്യം എന്ന് അറിയത്തില്ല. ഇവിടെ ചിലപ്പം ഈ കൃഷിയിടങ്ങളാണ് തോന്നുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് കുറച്ച് കൃഷിയിടമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഗോതമ്പം കണ്ട കൃഷി ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ കണ്ട അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഈ വീടുകളാണോ ഈ ധാന്യപ്പുര പോലെ അങ്ങനെ വല്ലതും ആണോ എന്തോന്ന് അറിയത്തില്ല. അതുപോലെ ഈ സൈഡിലാണെങ്കിൽ ഫുള്ള് നല്ല തിക്ക് ഫോറസ്റ്റാണ്. കണ്ടല്ലേ, വലിയ മരങ്ങൾ. ഇതൊക്കെ പേഴ്, വെൺതേക്ക് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് വെളിയിൽ ഇവിടെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കട്ടെ. ഇവിടെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന അതൊക്കെ അരുവികളാണ്. പിന്നെ നമ്മളിപ്പോൾ വന്നിടത്ത് തന്നെ പലയിടത്തും അവർ നിർത്തിയിട്ട് നമ്മളെ ഒരുപാട് ചെക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ 5-10 കിലോമീറ്ററിലും അവർ നമ്മുടെ ടൈം എൻട്രി ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സമയം എൻട്രി ചെയ്തിട്ട് നമ്മൾ 2 മണിക്കൂറിനിടയ്ക്ക് ഇത് നമ്മൾ പാസ് ചെയ്ത് അവിടെ വെളിയിൽ പോകണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും അടിപൊളിയായിട്ട് കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് കാണാം. കാരണം നമ്മൾ ഇതുവരെ വന്നിട്ട് അങ്ങനെ വന്യജീവികളെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കാണാൻ പറ്റിയത് കുരങ്ങന്മാരുടെ നല്ല രീതിയിലുണ്ട്. കാരണം അതിൻ്റെ കുറേ പറ്റങ്ങൾ കാണാൻ പറ്റി. എന്തായാലും നല്ല രസമായിരുന്നു. ആരങ്ങോട്ട് എന്തിനാ കരഞ്ഞ്? അങ്ങോട്ട് ഇറങ്ങുന്നില്ല. മൂത്രം ഒഴിക്കാം. ഞങ്ങൾ നടന്നൊക്കെ വരാം. മൂത്രം ഒഴിച്ചിട്ട് പ്രേന് മൂത്രം ഒഴിക്കാൻ ഇറക്കിയതാ. പ്രേ എന്ത് പറ്റി? നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്നേ. ഈ ഇവിടുന്ന് അമർകാണ്ടൊക്കെ 55 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വണ്ടിയിലുണ്ട്. कृपया टाइगर रिजर्व क्षेत्र में सायरन अथवा हूटर का उपयोग न करें. ओके, ഹോൺ അടിക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി. ഇതുപോലുള്ള കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ 10 കിലോമീറ്ററിലും ചെക്ക് പോസ്റ്റുകളുണ്ട്. भैया हर 10 किलोमीटर में ऐसे वाला चेक पोस्ट है क्या? 20 किलोमीटर हर 20 किलोमीटर में? नहीं, अभी हमने आ रहे 20 किलोमीटर नहीं चलाया. उसके पहले എന്നിട്ട് അവിടെ ഉണ്ടല്ലോ ഇതുപോലെ രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്ററിൽ എൻട്രി ചെയ്യും. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് എത്ര മണിക്കാണ് വിട്ടത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ആരാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടിയുടെ നമ്പർ, ഫോൺ നമ്പർ, ड्राइविंग लाइसेंस नंबर एല്ലാം ഉണ്ട്. ओके भैया, धन्यवाद. कितने दूर है इधर से बॉर्डर तक? हाँ, अमरकंटक बॉर्डर. अमरकंटक मध्य प्रदेश में आते हैं ना? नहीं, छत्तीसगढ़ में आते हैं. हाँ, उसमें आता है. बॉर्डर क्रॉस नहीं करना है ना? हाँ, बॉर्डर क्रॉस करना है ना? हाँ, अपना एरिया 30 किलोमीटर. उसके बाद उनका है. भैया कुछ जानवर दिखते हैं क्या? रात में दिखते हैं, अभी नहीं दिखते. ओके, रात में अलाउड नहीं है ना जाने के लिए? 6 बजे तक. ओके, ठीक है. അപ്പോൾ രാത്രി കാണുമെന്ന്. അപ്പോൾ രാത്രി ഞാൻ ചോദിച്ചു, രാത്രി ഇപ്പോൾ പോകാൻ സമ്മതിക്കത്തില്ലല്ലോ. അതിൽ 6 മണി വരെ ഉള്ളൂ. ഒന്നും കാണാൻ പറ്റത്തില്ല നിർത്തം. എന്നാലും നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ കണ്ടില്ലേ ഇതുപോലെ ഈ അവസ്ഥയിലുണ്ട്. മൊത്തം ചെളി, ഒരു രക്ഷയില്ല. കണ്ട ഫുള്ള് കഴുകി വൃത്തിയാക്കേണ്ടത് വണ്ടി. ഇത് കണ്ടില്ലേ, ഇതുമാതിരിയുള്ള റോഡാണ്. കണ്ടോ ടയറിലൊക്കെ ഇരിക്കുന്നുണ്ടോ ഓഫ് റോഡിങ് ചെയ്ത്. കണ്ടോ ഫുള്ള് ചെളി അടിച്ചിരിക്കുക. കണ്ടോ ഫുള്ള് കട്ട പിടിച്ചിരിക്കുക കേട്ടോ അടിയിലൊക്കെ. കണ്ടോ രക്ഷയില്ല അല്ലേ പ്രേകെ? അടയ്ക്കുന്ന അവിടെ കൈ വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി. ഇവിടെ നിർത്തിയിട്ട് കണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ ഫൈക്കസ് ട്രീകളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല അടിപൊളിയല്ലേ കാണാൻ? ഓക്കെ, സൂപ്പർ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആൽമരം കണ്ട് ഞങ്ങൾ നിർത്തിയതാണ്. കാണാൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ ഇറങ്ങി. കണ്ടോ രസമുണ്ട് കാണാൻ.
ഇവിടെ രണ്ടുപേര് കാട്ടിലെത്തിയപ്പം പഴയ പഴയ പുരാതന കാലത്തിലേക്കുള്ള ആ ഓർമ്മയിലേക്ക് പോയി. ഉണ്ടോ അവിടെ ഞണ്ടുണ്ടോ കേട്ടോ? ഞണ്ടിറക്കും കേട്ടോ, അവൻ്റെ കാലിൽ കയറുന്നുണ്ട്. കുഞ്ഞൻ ഞണ്ടാ? ആ ശരിയാ, ഇവിടെ അരികിൽ ഞണ്ടുണ്ട് കേട്ടോ. ഞണ്ട് കടിക്കുന്നില്ല, അവൻ്റെ കാലി കടിക്കും കേട്ടോ. വേറെയും കാണും, അവിടെ ഇഷ്ടം പോലെ ഉണ്ടോ? കാണാണ്ടോ? കാണാണ്ടോ? ഞണ്ട് വലിയ ഞണ്ട് കാണോ? ഞാൻ ഇറുക്കേ ഈ പോടിലൊക്കെ വല്ലതും കാണും കേട്ടോ. ഇതിലേക്ക് നല്ല അകത്തൊക്കെ പോടുണ്ട് കേട്ടോ. ആ ഓക്കെ, ഇത് ഗുഹ പോലെ അതിനകത്തോട്ട് കേട്ടോ. ഇതിനകത്തൊക്കെ നല്ല പോടാ. ഓക്കെ, ആലിൻ്റെ പോടുകളാ. നോക്കി കണ്ടോ, ഇവിടെ കണ്ടോ ഓരോന്ന് കയറിയിരിക്കുന്നതാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാട്ടിലെങ്ങ് നിർത്തിയില്ലായിരുന്നു. കാരണം ഇതിപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കാട്ടിൻ്റെ ആ ഏരിയ കഴിഞ്ഞു എന്ന് കൊണ്ട് കണ്ടു. അപ്പോൾ ആ ബോർഡർ ഏരിയ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നീ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമുക്ക് 2 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ ടൈം. ഇവിടെ റേഞ്ച് ഒന്നുമില്ല വിളിച്ച് ഇൻഫോം ചെയ്യാനൊന്നും. ഇനി അവിടെ ചെന്നിട്ട് ഇനി വല്ല വിഷയമാകുമെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് എന്തെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. പോയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിക്കും. കാരണം ഇത് വളരെ മോശപ്പെട്ട സ്ഥലമാണ്. ഒരു 60-80 കിലോമീറ്ററോളം, ഇത്തിരി ഒരു 40 കിലോമീറ്റർ ഭയങ്കര മോശം അല്ലേ? 40 കിലോമീറ്റർ ഭയങ്കര മോശമാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. ഓടിച്ചാച്ചാൻ തളർന്നു. ഇപ്പോൾ ഓഫ് റോഡൊന്നും അല്ല, ഒരു 20 കിലോമീറ്റർ റോഡേ ഇല്ല. നർമ്മദ നദിയാണോ ഇത്? നർമ്മദ ആയിരിക്കും അല്ലേ? ആയിരിക്കും, നർമ്മദ പൊട്ടിപ്പോയായിരിക്കും, ചാടിപ്പോയായിരിക്കും. സൂപ്പറാണ്, ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ റോഡ് സൈനേജ് എല്ലാം നമ്മുടെ പഴയ മോഡലില് കല്ലിൽ കൊത്തി വെച്ചേക്കുവാ അല്ലേ? അല്ല ഇതിപ്പോ ഇവിടെ 2 നദികൾ ചേരുന്ന സ്ഥലോ? നോക്കുന്നേ, 2 നദിയുടെ ചേരും. അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടോ, 2 തോടുകൾ, നദിയല്ല 2 തോടുകൾ എഴുതിയിട്ടുണ്ട്. സീമ പ്രാരംഭ മധ്യപ്രദേശാണോ? ചിലപ്പോ ഈ നദിയായിരിക്കും മധ്യപ്രദേശിന്റെ ബോർഡർ. ഇപ്പൊ അത്യാവശ്യം നല്ല റോഡാണ്, നല്ല റോഡാണ്. ആണോ? ഇത് കാണിച്ചോണ്ടോ? ഇത് കണ്ടോ, കല്ലിലാണ് ഇതെല്ലാം, സിമെന്റിലാണ് ഈ ബോർഡറായി കേട്ടോ. ഛത്തീസ്ഗഡ് അബ്കാരി ലഹരിയ ബോർഡറായി. ഫൈനൊക്കെ ഉണ്ടോ? നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഇത് ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ഛത്തീസ്ഗഡിന്റെയും മധ്യപ്രദേശിന്റെയും കൂടെ ബോർഡറിലുള്ള റോഡാണിത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏകദേശം മധ്യപ്രദേശ് എന്ന് പറയാം, റൈറ്റ് സൈഡിൽ ഛത്തീസ്ഗഡ് ആണ് അല്ലേ? ഇവിടുന്ന് 7 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അമർകാണ്ടക്ക്. നമുക്ക് അമർകാണ്ടക്ക് പോകണ്ടായിരിക്കും അല്ലേ? അമർകാണ്ടക്ക് നമ്മൾ പോകുന്നില്ല. ഒരുപാട് കുരങ്ങന്മാരെടുത്ത് കുറുക്കയിടും. അതും തീരെ കുഞ്ഞു കുരങ്ങന്മാരുണ്ടല്ലേ? അയ്യോ, ആ ബസ്സിന് മുമ്പിൽ എടുത്ത് ചാടി കേട്ടോ അവിടുന്ന്. ചാടുന്നുണ്ടല്ലേ? റോഡ് നല്ല അടിപൊളി റോഡ് കേട്ടോ. കുഞ്ഞു റോഡാണെങ്കിലേ നല്ല സ്മൂത്ത് റോഡ്, തെന്നി പോവായിരിക്കും വണ്ടി. ശരിക്കും ഒന്ന് വരേണ്ട സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ. എനിക്കും നമ്മളിത് ബുക്ക് ചെയ്തിട്ട് വരണമെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം ഞാൻ ആലോചിച്ച് പോയ ഒരു ട്രിപ്പ് വേസ്റ്റ് ആവോ? ഓ അടിപൊളി അല്ലേ? ഓക്കെ, അടിപൊളി. നമ്മള് പക്ഷെ എന്തുവായാലും ആ മരങ്ങളെങ്ങനെ നിക്കുന്നേ, ഒറ്റത്തടി. അതെ, ഒറ്റത്തടി മരം അങ്ങനെ നിക്കുന്നോണ്ട് കാണാൻ അടിപൊളി ലുക്കാ. അല്ലേ? ശിഖരം പൊട്ടത്തില്ലെന്നോ? ഇത് കാട്ടുപോത്താണോ ഒറിജിനൽ പോത്താണോ? നാട്ടുപോത്താണോ? നാട്ടുപോത്തല്ലേ? മറ്റേ ഊട്ടിയിലൊക്കെ പോയായിരുന്നു അല്ലേ? അവിടെ അതാ പൈൻമരം എന്ന് പറഞ്ഞേ. നിങ്ങൾ പൈൻമരം നിങ്ങൾ എന്ത് പിന്നെ നോക്കി? ആ ഇത് പൈനല്ലേ? പിന്നെ കിട്ടി. അല്ല നമ്മള് വരും, നമ്മളിപ്പോ സാധനങ്ങൾ നോക്കി വയ്ക്കുമല്ലേ, സ്പോട്ട് നോക്കി വയ്ക്കുക. ഏല കൃഷി,
ഇപ്പൊ തള്ളി കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാർ പൊങ്കാലയിടും യൂട്യൂബിൽ കയറി. പിന്നെ അവന്റെ ഏലം. ഗ്ലാസ് തുറന്നിട്ട് അതാ ഞാൻ ഒരു സൗണ്ട് എനിക്ക് വന്നപ്പോൾ എനിക്ക് ഡൗട്ട് ഗ്ലാസ് തുറന്നിട്ടേക്കോ. ഇതൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു കേട്ടോ. ഇവന്മാര് ബോർഡ് മായ്ച്ചു വെച്ചേക്കാം, നമ്മൾ ഒരു കാരണവശാലും വരില്ല. ഇങ്ങോട്ടാണ് ചോദിച്ചു. MB टूरिज्म का वो रिसोर्ट कहाँ? ഹോളിഡേ ഹോംസ്. ഇവിടെ ഒന്നും കാണാനുള്ള സ്ഥലമൊന്നും കാണുന്നില്ല. ഇതെന്താ വെച്ചാൽ ശിവലിംഗം ഒന്നുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോളിഡേ ഹോംസിലെത്തി. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തത്, അതായത് MPT ഹോളിഡേ ഹോംസ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ കണ്ടില്ലേ, ഈ പൈൻ മരങ്ങളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. നമ്മൾ വരുന്ന വഴിക്കോ കണ്ടായിരുന്നു പൈൻ മരങ്ങൾ. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫുഡ് എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ, അതായത് 4-5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കുറേ പിക്നിക് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശരിക്കും അല്ല അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഹോളിഡേ ഹോംസിൽ നിന്ന് ഇവർ തന്നു. അപ്പോൾ അതും എടുത്തിട്ട് നമ്മൾ ഇവിടെ ഉള്ളതിലൊക്കെ ഇന്ന് കറങ്ങി തീർത്തിട്ട് നാളെ രാവിലെ സോണുമുണ്ട എന്ന് പറയുന്നിടത്ത് 6 മണി തൊട്ട് 9 മണി വരെയാണ് കറങ്ങേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമുക്കിതാ ഇതാണ് ഓഫീസ്, ബുക്കിംഗ് ഓഫീസ്. ഇതിൻ്റെ പേര് MPT ഹോളിഡേ ഹോംസ്. കണ്ടില്ലേ, ഇതാണ്. ഇത്രയും സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നത് ഹോളിഡേ ഹോംസിൽ. കണ്ടില്ലേ, ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഹോളിഡേ ഹോംസ് അമർകണ്ടക്. എന്താ ഇത്രയും സ്ഥലങ്ങൾ, 8 കിലോമീറ്റർ ഇത്രയും ദൂരമുള്ള ഇത്രയും ഇതുണ്ട്. ഇതാണ് ഓഫീസ്. ഇന്ന് നമ്മളിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെൻറ്റ് ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ടെൻറ്റ് എടുത്തിട്ടുണ്ട്, 2 ഫാമിലികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി പോയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ്. കണ്ടല്ലേ, കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. നല്ല കിളികൾ സൗണ്ടൊക്കെ കേൾക്കാം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് രാത്രി നൈറ്റിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് പണ്ട് എവിടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ആംബിയൻസാണ്. ഇവിടെ ഒരു ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ആൽമരമാണെന്ന് തോന്നുന്നു. ആൽമരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 സൈഡിലും ടെൻറ്റാണ് കേട്ടോ. അതിയായ കാഴ്ച. അതുകൊണ്ട് ഇവിടെ ടെൻറ്റ് ഉണ്ടോ, ഇവിടെ 2 ടെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെയും ടെൻ്റ് ഉണ്ട്. നമ്മുടെ ഈ സൈഡിലാണ്, നമ്മുടെ ഈ സൈഡിൽ അവിടെയാണ് ടെൻറ്റ്. അവിടെ 2 ടെൻ്റാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ടെൻറ്റുകൾ കാലിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ, ഇവിടെ എല്ലാം ടെൻറ്റുകളാണ്. 2 സൈഡിലും എനിക്ക് നൈറ്റിലൊക്കെ ഈ ലൈറ്റുകളൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. അതുപോലെ നമുക്ക് ആ ഭാഗത്തും അപ്പം നമ്മുടെ ഒരു ടെൻറ്റ് ഇതാണ്, ഒരെണ്ണം അതാണ്, അടുത്തടുത്തുള്ള ടെൻറ്റാണ്. ബാക്കിലൊക്കെ ഫെൻസൊക്കെ കെട്ടി നല്ല രീതിയിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ AC ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമിനെ പറ്റിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതിനുമ്പോൾ ഇതാണ്ട് ഇവിടെ കണ്ടില്ല, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇതാണ് റൂമൊന്ന് കാണാം. ഹായ് ഫാരം, ഒരു ഹായ് ഫാരം പറ. ഓടിയാ ഇങ്ങോട്ട് വാ. ഹായ് പറയടാ. ഇവിടെ വാ. പോ കണ്ടോ, ഇതാണ് റൂം. ഇവിടെ എന്തോന്ന് കണ്ട അടിപൊളിയായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. കേട്ട് ടെൻ്റാണ്, കണ്ടില്ലേ, ടെൻ്റാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ. പക്ഷേ ഇതാണ്ട് ഇവിടെ ഒരു ഡബിൾ ബെഡും പിന്നെ സൈഡിലൊരു ബെഡുണ്ട്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ബെഡ് കാണുന്നില്ലായിരുന്നു അല്ലേ. 2 ബെഡ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമുക്ക് ഇൻ്റർകോമിൽ നമുക്ക് റൂം സർവീസും എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് TV ഉണ്ട്. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ AC ഉണ്ട്, വിൻഡോ AC ഉണ്ട്, ഫാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. ഇത് ഡ്രസ്സിംഗ് റൂമാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു വെന്റിലേഷൻ വേണ്ടി ഇതുണ്ട്. പിന്നെ അതുപോലെ ബാത്റൂം, ലൈറ്റൊക്കെ ഉണ്ട്. ബാത്റൂം ഇതാണ് ബാത്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
കുഴപ്പമില്ല. ഒരു വെന്റിലേഷനൊക്കെ ഉണ്ട്. സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ബാത്റൂം എങ്ങനെയുണ്ട്? അടിപൊളി. വാ പാപ്പം കഴിച്ചോ? കുഴപ്പമില്ല. അത്യാവശ്യം ചൂടുവെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. ടവല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ വെളിയിലേക്കുള്ളൊരു മൊത്തത്തിലുള്ളൊരു വ്യൂ ഇതാണ്. ടെൻ്റാണ്. മഴ പെയ്യുമ്പോൾ ചോരുമെന്ന് അറിയത്തില്ല. നല്ല മഴയുണ്ട് ഇവിടെ. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത പ്ലാൻ എന്ന് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ കറങ്ങണം. അപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷങ്ങൾ. നമ്മൾ റായ്പൂരിൽ നിന്ന് 8 മണിക്ക് തിരിച്ചു. ഏകദേശം 5 മണിക്കൂർ യാത്രയാണ്. പക്ഷേ റോഡ് വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇവിടെ എത്തി. ഇന്നിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ കാണും. അത് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട്, അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ മൊത്തം കണ്ടില്ലേ, ഇവിടെ മൊത്തം ടെൻറ്റാ കണ്ടോ. എനിക്കൊന്നും ഒരു 10-20 ടെൻറ്റെങ്കിലും കാണും അല്ലേ? ഉള്ള 10 ടെൻറ്റ്. എനിക്കൊന്ന് ഈവനിങ് ടൈമിലൊക്കെ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. അതുപോലെ അങ്ങോട്ടും ഒക്കെ ടെൻറ്റുണ്ട്. ഉള്ള ഒരു നാച്ചുറൽ ഇതല്ലേ, ഒരു കാട്ടിനുള്ളിൽ ഒരു ആംബിയൻസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇന്നിപ്പം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാം. അതെ, കാണാം. കണ്ടിട്ട് നമുക്ക് എല്ലാം 4-5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. കറങ്ങി ഒരു 6-7 മണിക്ക് നമുക്ക് തിരിച്ചു വരാം അല്ലേ, ഫുഡും കഴിക്കാമെന്നിട്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലമർത്താൻ മറക്കല്ലേ. അപ്പോൾ ആരും ബെല്ലമർത്താൻ മറക്കല്ലേ, ബെല്ലമർത്തുക. അപ്പോൾ കാരണം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അമർ ഖാൻ്റെക്കിനുള്ള അടിപൊളി വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.